ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ആഷിഖ് ബ്രോ വിളിച്ചു, അവരെത്തിയെന്ന് പറഞ്ഞ്. ഞാൻ ചെന്നപ്പോഴത്തേക്കും അവർ വന്നു. പെട്ടിയെടുക്കാൻ ആൾ എന്നതിൻ്റെ സന്തോഷമാണ് നിങ്ങളാ കണ്ടത്. പെട്ടി എടുത്താൽ പിന്നെ അത് പൊട്ടിക്കണം. അങ്ങനെ പെട്ടിയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി. ഉച്ചയ്ക്ക് നാട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്ന ബീഫ് റോസ്റ്റും പൊറോട്ടയും കൂട്ടി ഒരു തട്ടി. ബീഫ് വിന്താലും ആണെന്നാണ് പറഞ്ഞത്, വിനാഗിരിയൊക്കെ ചേർത്തുണ്ടാക്കിയത്. ബട്ട് ഇതിനെ ബീഫ് റോസ്റ്റ് എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഫുഡടി ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരോടും ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷേ ചെന്നപ്പോഴേക്കും ലേറ്റായി. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഫിലിപ്പിനോസിൻ്റെ സൂംബ ഡാൻസൊക്കെ കണ്ടിരുന്നു. സൂംബ തന്നെയല്ലേ ഇത്? ഉച്ചയ്ക്ക് കഴിച്ചത് ബീഫ് വിന്താലും ആണെന്നും ബീഫ് റോസ്റ്റ് ആണെന്നും അഭിപ്രായം വന്നതുകൊണ്ട് രണ്ട് കൂട്ടരെയും സമാധാനിപ്പിക്കാൻ ഒരു ബീഫ് കറി വെക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ പണി സ്പ്ലിറ്റാക്കി കൊടുത്തു. ഒരാൾ വെളുത്തുള്ളി പൊളിക്കുന്നു, ഒരാൾ കൊച്ചുള്ളി അരിയുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ ഓരോരുത്തരോരോന്ന് ചെയ്യുമ്പം എല്ലാം പെട്ടെന്ന് നടക്കും, അത് മറ്റൊരു കാര്യം. അരിഞ്ഞു വെച്ച ബീഫിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കുക്കറിൽ വെച്ചിട്ടൊന്ന് വിസിലടിക്കാനാണ് നമ്മുടെ പ്ലാൻ. ഒരു 5 വിസിലടിച്ച് കഴിഞ്ഞാൽ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടുമെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. ബീഫ് കുക്കാകുമ്പോഴത്തേന് അത് കറിയാക്കുന്നതിനുള്ള സാധനങ്ങൾ അരിയാണ്. അത് ഷിൽനെ ഏൽപ്പിച്ചു. ഷിൽനയ്ക്ക് ഈ പച്ചക്കറിയൊക്കെ അരിയുന്നതിന് ഒരു പ്രത്യേക സ്കില്ലാനുണ്ട്. അത് കണ്ടാൽ തന്നെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. നൈഫ് ഒരു പ്രത്യേക രീതി ഉള്ളിലേക്ക് പിടിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിപ്പം മല്ലിയിലയായാലും പച്ചമുളകായാലും എന്തരിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വളരെ സാറ്റിസ്ഫൈങ് ആണ്. അങ്ങനെ അതൊക്കെ കണ്ടുവന്നപ്പോഴത്തേക്കും കുക്കറിൽ നിന്ന് 5ാമത്തെ വിസിലും വന്നു. ബീഫ് വെന്ത് കഴിഞ്ഞു. ഇനി കറിക്കുള്ള പരിപാടികൾ തുടങ്ങണം. പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ അതിലേക്കിട്ട് ഇതുവരെ ഒന്നും ചെയ്യാതെ നിന്നുകൊണ്ട് ഇത് ഇളക്കുന്ന പരിപാടി ഞാൻ ഏറ്റെടുത്തു. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അരിഞ്ഞു വെച്ച തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി. ഞാൻ ഇളക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് ഇളക്കണം. ആയിക്കോട്ടെന്ന് ഞാനും വെച്ചു. ഇനി അതിലേക്ക് മസാലകളൊക്കെ ചേർത്തു. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ബീഫിൽ ഉരുളക്കിഴങ്ങ് ചേർത്താൽ നല്ലതാണെന്ന് പറഞ്ഞ് ആയിഷ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തുകൊണ്ടൊന്ന് ചേർത്തു. അതിനിടയിൽ നമ്മൾ അടപ്പിൽ വെച്ചിരുന്ന അരി വെന്തു, അത് ഊറ്റുകയാണ്. അരി ഊറ്റുന്ന കണ്ടപ്പോൾ എനിക്ക് കഞ്ഞിവെള്ളം കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തു. അതിലേക്ക് ആ ബീഫിൻ്റെ സ്റ്റോക്ക് കൂടെ കുറച്ച് ചേർത്ത് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കറിയിലേക്ക് വെന്ത ബീഫ് ചേർത്ത് ഇളക്കി തേങ്ങായും വറുത്ത് ചേർത്ത് ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറുകുറാന്നിരിക്കുന്ന ബീഫ് കറി റെഡി. അവസാനം മേമ്പൊടിക്കായിട്ട് കുറച്ച് കുരുമുളകും ചേർത്തു. ഫുഡെല്ലാം ആയി. ഇനി ഒട്ടും താമസമില്ല. എല്ലാ പാത്രങ്ങളും നിരത്തി ചോറ് വിളമ്പി ബീഫും വിളമ്പി കഴിപ്പ് തുടങ്ങി. അപ്പോഴേക്കും ആഷിഖ് ബ്രോ എത്തി. ഇപ്പോഴും ബിസിയാണ് ആൾ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കഴിച്ചു. അങ്ങനെ അഭിപ്രായങ്ങൾ പലത് വന്നെങ്കിലും ഉണ്ടാക്കിയ കറി നല്ലതായിരുന്നു. അങ്ങനെ ഒരു നല്ല സാധനം കൂടെ കടന്നുപോയി. അപ്പോൾ ശരി, വീണ്ടും കാണാം.